കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഡ്രൈവർ കെട്ട് വീണ്ടും ഒരു പിതാവിന്റെ രോദനം അല്ലെങ്കിൽ പിതാവിന്റെ വാത്സല്യം കാണിച്ചാന്ന് ശ്രദ്ധിച്ചാന്ന്. അപ്പൊ ചിലർ പറഞ്ഞു കിട്ടി തുടങ്ങി ഡ്രൈവർ കെട്ട് തന്നെ ആദ്യം അടി കിട്ടിയെന്ന്. ഇങ്ങനെയുള്ള ബിഹേവിയർ ആണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഭയങ്കര പഴഞ്ചൻ പിന്തിരിപ്പന്മാരായിരിക്കും. അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഒരുപാടങ്ങ് ചെയ്യാനൊന്നും ഇല്ല. ഇവരൊക്കെ ഉള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നത് പാടായിരിക്കും, അല്ലെങ്കിൽ ഇവരോട് സഹകരിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യം നടത്തി ഇറങ്ങാൻ പോയാൽ പോലും ഭയങ്കര പാടാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഇടപെടാൻ പോലും എനിക്ക് പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുന്നിടത്തിൻ്റെ ഇവിടെ കറങ്ങാൻ പോലും പാവം കൊള്ളത്തില്ല. കാരണം വല്ലാത്തൊരു ക്യാരക്ടർ അല്ലേ. നമ്മളൊരാളെ ദേഹത്ത് തട്ടുക, അയാൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അന്ന് തന്നെ ആ പെങ്കൊച്ചിന്റെ ദേഹത്ത് തട്ടിയിട്ട് അതൊരു പിതാവിന്റെ ഇതാണോ പിതാവ്? ഇങ്ങനെയുള്ള പിതാക്കന്മാരെയാ വേണ്ടാത്ത. പിന്നെ തൃശ്ശൂരുകാർ കൊള്ളാം. തൃശ്ശൂരുകാർക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള പരിപാടി. തൃശ്ശൂരിൽ എല്ലാവരും ഒന്നും ഇല്ല, എന്നാലും ഈ പ്രാവശ്യം വോട്ടൊക്കെ എന്താ പറയാ, തൃശ്ശൂർ ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് സുരേഷ് ഗോപി ഇഷ്ടമല്ലാത്തവരാ. സുരേഷ് ഗോപിയും ഏതെങ്കിലും രണ്ടുപേരാന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സുരേഷ് ഗോപി തോറ്റുപോയനെ. ഇത് മൂന്നായിട്ട് കറക്കി വരുമ്പോൾ കൂട്ടത്തിൽ കൂടുതൽ വോട്ട് കിട്ടി എന്നുള്ളതാണ്. എന്നാൽ പോലും ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്നതാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അവിടെ ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു തരത്തിൽ ഒരുപാട് സാധനങ്ങൾ കാണിച്ചിട്ടുള്ള ഒരാള് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് ഒക്കത്തില്ലെന്നേ. ബാക്കി ആരാ നല്ലത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാം കണക്കൊക്കെ ആയിരിക്കും. പക്ഷെ ഇമാതിരി തീട്ട പരിപാടികൾ ഇനി കുറെ കാണേണ്ടി വരും. ആദ്യത്തെ ദിവസം വന്ന് ഇറങ്ങിയ തൊപ്പിയൊക്കെ വെച്ചൊരു വേഷം കിട്ടിയതുണ്ടായിരുന്നോ? മറ്റേ ഇന്ത്യൻ കോഫി ഹൗസിൽ ജോലി കിട്ടിയ പോലെ. ഇയാൾ അങ്ങനെ വല്ലതാണ് വിചാരിച്ച നേരത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്കല്ലേ പോകുന്നത്, അല്ലാതെ ഇന്ത്യൻ കോഫി ഹൗസിലോട്ടിലല്ലോ പോകുന്നത്. ഒരുതരം വേഷം കെട്ടൊക്കെ ആയിട്ട് ഇറങ്ങി വരിക. ഇങ്ങനത്തെ കോമാളിത്തരമായി ഇവരുടെ ഇരിക്കുന്നത്. BJP UP നിന്ന് പുറത്താക്കി. അവിടെ ഇപ്പോൾ ആദിത്യനാഥ് ഇനി പോയി അമ്പലത്തിലിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ എന്നോട് കഴിഞ്ഞ ദിവസം UP കാരൻ പറയാ, മന്ത്രിമേ രേഖന്ന് അത് മതിയെന്ന്. അവിടെ ഇവിടെ കുറെ എണ്ണം പൊക്കിക്കൊണ്ട് വന്നേക്കുക. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കോണേ. എന്നാൽ ഇങ്ങനത്തെ പൊട്ടത്തിലൊക്കെ കാണിക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ച് ഇനിയിപ്പോ എന്തോ ചെയ്യാനല്ലേ. ഇനി മറ്റേ രാജാവ് ചെങ്കോല് കിരീടവും ചെങ്കോലും കൊടുത്ത് വന്നപ്പോഴേ പിന്നെ BJP-കാരുടെ ഒരു പ്രകടനത്തിനിടയിൽ മീഡിയ 1 ചാനലിനെതിരെ അക്രമം. അതിപ്പോ ഏത് പാർട്ടിക്കാരുടെ പരിപാടിക്കാണെങ്കിലും ചിലപ്പോൾ ഒരു അക്രമമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം പാർട്ടിക്കാരാ ഈ അണികളെന്ന് പറയുന്നവര് കള്ളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അവർക്ക് കള്ളു കൊടുത്ത് ആണ് ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഇതുപോലെ പ്രകടനങ്ങൾ നടത്താറ്. അതിനോടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ മീഡിയ 1-കാർക്ക് നേരെ വലിയ അക്രമം ഉണ്ടായോ എന്ന് വെച്ചാൽ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. വേടിയെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് മാറ്റി അവരങ്ങ് അത് വെച്ച് മര്യാദയുള്ള ഇടപാടാണ്. കാരണം വളരെ മര്യാദകളുള്ള ഒരു സാഹചര്യമായിരുന്നു അത്. അത്രയും മോശപ്പെട്ട ലെവലിലേക്കൊക്കെ പോകാൻ പറ്റും. പിന്നെ ജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് അവർ അത്രയും വയലന്റ് ആവാത്തത്. മറ്റൊരു പാർട്ടിക്കാരും അത്രയും ആഘോഷങ്ങളൊന്നും നടത്തുന്നതായിട്ട് കണ്ടുമില്ല. ഇതിനകത്തിപ്പോൾ ആർക്കും വലിയ നിർബന്ധമില്ലാത്ത ഒരു ഇലക്ഷൻ പോലെ തോന്നി കണ്ടിട്ട്. ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞ അനുസരിക്കുന്ന ഒരു 10 മന്ത്രിമാരെ തന്നു കഴിഞ്ഞാൽ ഞാൻ കേരളം സെറ്റാക്കി തരാം. എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതാണ് അങ്ങനെയൊക്കെ. അയ്യോ, രാജാവായി. നേരത്തെ രാജാവാ, പിന്നെ ഇലക്ഷൻ നിന്നാ ഇപ്പൊ രാജാവാകുന്ന. അതുകൊണ്ട് വെയിറ്റ് ചെയ്തെന്നേ വേണം. രാജാവ് തന്നെയാ. അപ്പൊ അതുപോലത്തെ ഈ സാധനത്തിനൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആളുകളാ ഇവിടെ ഭരിക്കുന്നിടത്തെല്ലാം. ഈ പ്രായം മൂത്ത് മുരടിച്ച് നിങ്ങളൊക്കെ പിടിച്ച് ഭരണം ഏൽപ്പിച്ചാൽ തന്നെ ഇവർക്കൊന്നും ഒട്ടും അപ്ഡേറ്റഡ് ഒന്നും അല്ലെന്നേ. ഒരു കാര്യം അറിയത്തൊന്നും ഇല്ല. ഈ പറയുന്ന പോലെ കുറേ മണ്ടത്തരം പറഞ്ഞ് നടക്കുക. പിന്നെ പൈസയും പവറും ഒക്കെ ഇവിടെ കളവന്മാരുടെ കയ്യിലാണ് കൂടുതൽ. എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ് ഉള്ളത് എനിക്കറിയത്തില്ല. സിനിമയിലൊക്കെ ഡയലോഗ് പറയുന്ന പോലെ ജീവിതത്തിൽ പറഞ്ഞു നടക്കുന്ന ഒരാളെ പിടിച്ച് ഇലക്ഷൻ നടത്തുന്നു. ഇന്നസെന്റ് നേരത്തെ ഇതേപോലെ MP ആണ്, എന്നിട്ട് ഇതേപോലെ പാർലമെന്റിൽ പോയി നിൽക്കും ഇങ്ങനെ മരം പോലെ ഓരോ പൊട്ടത്തരമൊക്കെ പറയും. ഇനി ഇയാളുടെ മണ്ടത്തരങ്ങളായിരിക്കും. അവിടെ ഉള്ളവർക്കൊക്കെ ഒരു കോമഡി. ഇതൊക്കെ ഈ രാജ്യം നശിക്കുന്നതിനകത്തോ ഈ നാട് നശിക്കുന്നതിനകത്തോ ഇവര് കാരണമല്ല, ഈ ജനാധിപത്യത്തിനകത്തുള്ളൊരു പ്രശ്നം കൂടെ ഇത്. ഇവിടുത്തെ മണ്ടന്മാർ എലക്ട് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും തെറ്റിപ്പോയാൽ തീർന്നു, ആ ഏരിയ മുടിഞ്ഞ്. ഈ ഒരുത്തം കാരണം ഇനി എന്തോരം നഷ്ടങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ആർക്കറിയാം. അല്ല, ഇവിടെ മൊത്തത്തിൽ എല്ലാം കണക്കാ. എന്നാലും കൂട്ടത്തിൽ ഇങ്ങനത്തെ കുറെ മണ്ടത്തരം കൂടെ കാണേണ്ടി വരും. മനസ്സിലായി? ഇപ്പൊ കുറെ കാശ് കൊണ്ട് കളയുന്നവന്മാരാ എല്ലാവരും. ഓരോന്നുണ്ടാക്കി വെക്കുന്ന കണ്ടറിയാലോ. ഇവിടുത്തെ റോഡാണേലും ഫ്ലൈ ഓവർ ആണേലും ഇപ്പൊ മറ്റേ മെട്രോ വലിയ കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. നഷ്ടമായിരുന്നു, ഇപ്പോഴും നഷ്ടം കൊനകന്ന് വരുന്നുണ്ടെന്ന് പറയുന്നു. എന്നാലും പറയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ പദ്ധതികളും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന കള്ളന്മാരാണ് എല്ലാവരും. അത് ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി അത്ര മെച്ചമൊന്നും ആയിരിക്കത്തില്ല. അപ്പോഴാണ് അയാളെ പിന്നെ മറ്റേ ഇത്തിരി പണികളൂടെ കാണേണ്ടി വരുന്നത്. ഏത് ഇപ്പൊ നമ്മൾ കണ്ട പണിയുണ്ടല്ലോ, ഓൾറെഡി കുറെ കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ താണ്ടേ ഇതുകൂടെ. ഇനി ഇതുപോലത്തെ ഒത്തിരി പൊട്ടത്തരം കാണേണ്ടി വരും. ഒരു പിതാവിന്റെ വാത്സല്യോ കണ്ടില്ലേ, ഒറ്റ അടിയാണ്. മിണ്ടായിരിക്കടാ. എന്ത് ചീത്തൊല്ലും വിളിച്ചു നടത്തില്ല, കേൾക്കാൻ പറ്റില്ല. എനിക്കൊന്ന് മ്യൂട്ട് ചെയ്തേനി. അതുകൊണ്ടാണോ പണ്ണ കണയാടി മോനെ എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത് അല്ലേ? മറ്റേ സിനിമയിലൊക്കെ അതല്ലേ പുള്ളിയുടെ ഡയലോഗൊക്കെ. കരിമ്പാറ അത് ലാലലക്സ പോണ കരിമ്പാറ മോന. സുരേഷ് ഗോപി എങ്ങനെയല്ല പണ്ണ പണ മാണ എന്ന് പറയുന്നവരാ ഇത്. അങ്ങനെ പറഞ്ഞു കാണും മിക്കാറും. കരിമ്പാറ വേറെ ലെവല്, ഇത് വേറെ. ഇമാരെല്ലാം കണക്കാന്നേ. ഇത്തിരി വർത്താനം പറഞ്ഞ അതൊക്കെ വിളിച്ചു കാണും. അതായിരിക്കും അവിടെ ശബ്ദം കേൾപ്പിക്കാൻ. അതുകൂടെ വന്നിരുന്ന ചിലപ്പോ അയ്യോ എന്ത് കോമഡി ആയിരിക്കും.
എന്നാലേ ഇതൊക്കെ കണ്ട് നേരത്തെ അറിഞ്ഞല്ലേ എല്ലാരും. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അല്ല എന്നിട്ട് ചിലവന്മാരുണ്ടോ നീ പറഞ്ഞില്ലേ തോറ്റു പോകുന്നു എന്നിട്ട് ഇപ്പൊ കണ്ടോന്ന്. ആർക്കെന്ത് കാണാൻ? തോറ്റു പോകണമായിരുന്നു, അല്ലാതെ ജയിക്കേണ്ടാത്ത ആളുകൾ തന്നെയാ. ശരിക്കും തൃശ്ശൂർ തോറ്റത്. ഇപ്പൊ തൃശ്ശൂർ തോറ്റു. തൃശ്ശൂർ തോറ്റു, സുരേഷ് ഗോപി ജയിച്ചു. ശരിക്കും കാരണം അതിനുള്ള ക്വാളിറ്റി ഇല്ലെന്നേ, അതിനുള്ള പ്രായവും കൂടി പോയി, ഏജ് ഓവറുമാണ്, വെളിവ് കുറവാണ്. അല്ല ഇങ്ങനൊന്നും ആൾക്കാർ റിയാക്ട് ചെയ്തില്ല. ഇത്ര ഇമ്പൾസീവ് തലച്ചോറ് ഇച്ചിരി പ്രശ്നമായിട്ടുണ്ട്. തീട്ടം മണക്കുന്ന തലച്ചോറിലേക്ക് തീട്ടം കയറിപ്പോയി. മനസ്സിലായി? അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ചുമ്മാ കിടന്നുകൊണ്ട് ഇത് എന്തോ ഈ കാണിക്കുന്നത്. അയ്യേ ആദ്യം കോൺഗ്രസിൽ പോയി, ആദ്യം SFI ആണെന്ന് പറഞ്ഞു, പിന്നെ കോൺഗ്രസ് ആയി, പിന്നെ BJP, ഇനി പുതിയ ആം ആദ്മി പോകുന്നുള്ള കണ്ടറിയണം. എടുത്തില്ല, ആർക്കും വേണ്ടാന്ന്. ഇവർക്ക് പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എടുത്ത് പിടിച്ചിട്ട് തൃശ്ശൂരുകാരെന്തോ കാണിച്ച്, തൃശ്ശൂരിൽ എന്തോ പരിപാടി നടത്തിയിട്ടുണ്ട്, അങ്ങനെ കേറിപ്പോയി. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ജയിച്ചത് കൊണ്ടൊന്നും ഒരാളുടെ പേഴ്സണാലിറ്റിയോ ക്യാരക്ടറോ ക്വാളിറ്റിയോ ഒന്നും നമ്മളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഈ കാണിക്കുന്നതൊക്കെ കാണാറുള്ളൂ. അല്ലാതെ 10 പേർക്ക് സഹായം ചെയ്തിട്ടുണ്ടെന്ന് അത് എല്ലാരും ചെയ്യുന്ന. അയ്യോ ബാല ഭയങ്കര ചാരിറ്റി അല്ലേ. അതായത് ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഈ സിനിമാടന്മാരുടെ ഒക്കെ സ്ഥിരം പരിപാടിയാണ്. അണ്ടർവേൾഡ് സിനിമാടന്മാരും രാഷ്ട്രീയക്കാർ ഇത്രയും പേരാണ് ആവശ്യമില്ലാത്ത ചാരിറ്റി ചെയ്യുന്നവർ. ഇമാർക്ക് എന്തെങ്കിലും ഈ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്ന, അല്ലാതെ അവർക്ക് അങ്ങനെ എന്തെങ്കിലും കേസായിട്ട് ഒതുക്കാൻ നേരത്ത് വരും. അവിടെ സഹായിച്ചു, ഇവിടെ സഹായിച്ചു, കുറെ പേര് വിളിച്ചുകൊണ്ട് വന്നു, അത് പബ്ലിസിറ്റി. ഇവിടെ ഉള്ളവരാണ് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടിയാൽ പിന്നെ അടിമയാവാൻ റെഡി ആയിട്ട് കുറെ ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്തൊരു ഗതികെട്ട നാടാണോ ഇത്. അത്രയും ഗതികേടോ തൃശ്ശൂരുകാർക്ക്? ഇത്ര ഗതികേടുണ്ടാകുന്നോ? അത്രയും ഗതികെട്ടവന്മാർ തൃശ്ശൂർ ഉണ്ടാകുന്ന ചോദിക്കണം. തൃശ്ശൂർ മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. കാരണം തൃശ്ശൂർ ഇതിൽ കൂടുതൽ ആൾക്കാർ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഭൂരിപക്ഷം ഈ 3 പേരുടെ സ്പ്ലിറ്റായി വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് കൂടുതൽ കിട്ടി. അതാണല്ലോ വിജയം. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഇത്രയും വോട്ടല്ല, ബാക്കി വോട്ടുകൾ ഉണ്ടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വിശ്വാസികളുടെ എണ്ണമല്ല കൂടുതൽ, അവിശ്വാസികളുടെ എണ്ണമാണെന്ന് പറയുന്ന പോലെ. കാരണം ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് മുസ്ലിംസ് എന്ന് പറയുന്നത് 27%, ക്രിസ്ത്യാനി 33% എന്ന് പറയുമ്പോൾ ബാക്കി 70% അല്ല 67% ആൾക്കാരും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും, 27 എന്ന് പറയുമ്പോൾ 73% ആൾക്കാർ നബിയിൽ വിശ്വസിക്കാത്തവരുമാണ്. അപ്പോൾ ഏതൊരു മതത്തെ വെച്ച് നോക്കിയാലും അവിശ്വാസികളുടെ എണ്ണമാണ് കൂടുതൽ എന്ന് പറഞ്ഞ പോലെയാണ് സുരേഷ് ഗോപി. BJP-ക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോ ആ നാട്ടിലെ ഏതോ ഗതികെട്ടവന്മാരുടെ എണ്ണം കൂടുതലായിരിക്കും ചിലപ്പോൾ. മനസ്സിലായി? ഗതികേടുകൾ കുറെ ഉണ്ട്. ഈ ബോധം വെളിവും ഇല്ലാത്ത ഏതോ ഒരു തലമുറ അവിടെ കറങ്ങുന്നുണ്ട്. അവരെ എല്ലാം കൂടെ ഒന്നിപ്പിച്ച്, അതായത് ഈ പള്ളിയിലൊക്കെ പോയില്ലേ, പള്ളി അമ്പലം, ആദ്യം അമ്പലത്തിൽ മാത്രം കറങ്ങിയപ്പോഴാണ് വോട്ട് കിട്ടാതെ പോയത്. ഇപ്പൊ പള്ളികളിൽ കൂടെ കയറിയപ്പോൾ കുറച്ചുകൂടെ വോട്ട് വന്നിട്ടുണ്ട്. അതായത് തീരെ ബോധം വെളിവില്ലാത്ത ആൾക്കാരെ പൊട്ട് കളിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാശ് കൊടുക്കുകയോ എല്ലാം ചെയ്ത് കാണും. ആരെങ്കിലും കൊണ്ട് വല്ല നക്കാപ്പിച്ചോ എല്ലാം കൊടുത്താണ് ഇന്ന പിടിച്ചല്ലേ എന്തെങ്കിലും വാഗ്ദാനങ്ങളോ നിങ്ങൾക്ക് അത് മേടിച്ചുതരാം ഇത് മേടിച്ചുതരാന്നോ എല്ലാം പറഞ്ഞു കാണും. അതുകൊണ്ടൊക്കെ ഇത് നടക്കുന്നത്. അല്ലാതെ നോർമലി ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ജയിപ്പിക്കാനും പറ്റത്തില്ല. അത് വെറുതെ ഈ പബ്ലിസിറ്റിക്ക് ഇവന്മാർ മറ്റേ ഓൺലൈൻ മീഡിയക്ക് കാശ് കൊടുക്കുമ്പോൾ പുള്ളിയെ കൊണ്ടിട്ട് തള്ളിക്കുകയും ഞാൻ പിന്നെ വേർത്ത് വന്നിട്ട് എനിക്കന്ന് ഏതായിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ ഏതോ റിപ്പോർട്ടറെന്നോ അല്ല അതിന്റെ മുതലാളി ആരാണ്ടോ വന്നിട്ട് പറയുക അയാൾക്ക് ഹെലികോപ്റ്റർ അറേഞ്ച് കൊടുക്കുന്നത് സുരേഷ് ഗോപി. ഹെലികോപ്റ്റർ ഇവിടെ എത്ര പേർക്ക് അറേഞ്ച് കൊടുക്കും? അങ്ങനെയാണെങ്കിൽ ഇവിടെ വയ്യാത്ത ഇയാൾ മാത്രമേ ഉള്ളൂ. എന്തൊരു പൊട്ടർ ചെയ്യുമെന്ന് പറയുന്നത്. സാധാരണക്കാർ പാവങ്ങൾ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയുടെ വാതിക്കെ നിൽക്കുക, ക്യൂ. അവിടെ നിന്നിട്ട് ഒരുത്തം വന്ന് കുളിച്ചു കഴിഞ്ഞ ദിവസം കത്രി വെച്ച് മറന്നെന്ന് പറഞ്ഞെടുത്ത് വന്നു, എനിക്ക് ബാത്റൂം മാറിപ്പോയെന്ന് ഒരുത്തം വന്ന് കുളിക്കുന്ന നാടായത്. അവിടെ ഇരുന്നുകൊണ്ട് പറയുക എനിക്ക് ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്യുന്നു സുരേഷ് ഗോപി പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു കൊടുത്തപ്പോൾ അത് സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രം സംഭവിച്ചാണ്, മറ്റാണ്. അതൊക്കെ അയാൾക്ക് നന്ദി വേണം, അതൊക്കെ ശരിയാണ്. അവർ തമ്മിലുള്ള ബന്ധം വെച്ചിട്ടുള്ള പരിപാടിയാണ്. അല്ലാതെ ഇവിടെ ആരെങ്കിലും വയ്യാത്ത ഇതിലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞവരും ഇതിനൊക്കെ പുറത്തിറങ്ങാൻ പറ്റാതെ ഞങ്ങൾ ഇച്ചിരി വണ്ണം കൂടുതൽ ഉള്ള ഒരാൾ കിഡ്നി പേഷ്യന്റ് അയാൾ ഡയാലിസിസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അയാൾ പൊക്കിയെടുത്ത് കയറ്റാൻ ആളില്ല, അവനൊക്കെ അവിടെ മരിച്ചു അവിടെ കിടന്ന്. അതിനിടയിലാ ഒരുത്തൻ പൊങ്ങിയെന്ന്. എന്തുകൊണ്ട്? അവന് കാശുണ്ടാകുന്നതുകൊണ്ടാ, അല്ലാതെ ഈ സുരേഷ് ഗോപി അവനെ അറിയത്തോലും ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെയൊന്നും പറയരുത്. വന്നിട്ട് ഇവിടെ ഓരോരുത്തർ എല്ലാവരും അവരവരെ കഴിയുന്ന രീതിയിലൊക്കെ ഒത്തിരി പേര് ഇവിടെ സഹായിക്കുന്നവരും ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടുന്ന ഒത്തിരി മനുഷ്യരിവിടെ ഉണ്ട്. പട്ടിയുടെയും പൂച്ചയുടെ കാര്യത്തിൽ ഇടപെട്ട് ജീവിതം മുഴുവൻ മാറ്റി വെച്ച ആൾക്കാരെ നമുക്കറിയാം. അപ്പോഴാ ഒരുത്തം വന്നേക്കോ ചുണേറ്റ് ഗോപി കുണച്ചെന്ന് എടുത്തിട്ട് പോ മൈരികളെന്നാ പറയാൻ തോന്നുന്നത്. എന്തോ ഇത് ഒരുത്തം ജയിച്ചു സമ്മതിച്ചു എന്തോ കാണിച്ചിട്ട് എങ്ങനെയോ ജയിച്ചെന്ന് പറഞ്ഞോണ്ട് അത്രയ്ക്ക് അങ്ങ് പൊക്കി അടിക്കുന്നത് ഇതൊന്നും പോരാ. മനസ്സിലായി? ഇമാതിരി ഡ്രാമ പരിപാടി കാണുമ്പോഴാണ് അത് നിങ്ങൾക്ക് മാത്രം ഗുണമുള്ള കാര്യം. അത് നിങ്ങളങ്ങനെ പുറത്ത് നടന്ന് പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? അല്ല ഇവിടെ സാധാരണക്കാർക്കൊന്നും അത്ര വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ 100 പേരെ സഹായിച്ചൊന്നും പോരാ ഇവിടെ. അല്ലെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു കാര്യമുണ്ട്. എൻ്റെ കുറേ കാശുണ്ട്, എനിക്ക് വേണം അതിനകത്ത് കുറച്ച് ഭാഗം എടുത്ത് കൊടുക്കാൻ പറ്റും, എനിക്ക് കുറച്ച് പവർ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആൾക്കാരെ സഹായിക്കാനൊന്നും പറ്റത്തില്ല ശരിക്കും. അത്രത്തോളം ദാരിദ്ര്യം ഉള്ള നാടും അത്രത്തോളം ബുദ്ധിമുട്ടുന്ന മനുഷ്യരും ഉണ്ട്. അതിനിടെ വന്നിരുന്ന ഒരുത്തൻ നാണം ഇല്ലാത്ത ഉളുപ്പില്ലാത്ത ഒരുത്തൻ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. ആ റിപ്പോർട്ടറിൽ ഏതോ ഒരുത്തൻ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അയ്യേ അതൊക്കെ വന്ന് പറഞ്ഞു നടക്കുക. എന്നിട്ട് അടുത്ത ദിവസം കാണാൻ അടി, പിന്നെ കോമാളി വേഷം, എന്താ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോവാന്ന്. എനിക്ക് തോന്നിയ
ഇനി ആ പാർലമെന്റിൽ പോയി ഇങ്ങനെ കുത്തിയിരിക്കുമെന്ന് പറയാൻ പറ്റുന്നത്. വേഷം കെട്ടിയൊക്കെ നടക്കാൻ ഒരു മടിയില്ല. കയ്യാലൊക്കെ ബ്രാഹ്മണനാവാൻ നിൽക്കുക. ബ്രാഹ്മണനായിട്ട് ജനിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ബാക്കി കാണാം. അതെ 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 ശരിയാ. ഇല്ല രാജാവാകുമ്പോ ബ്രാഹ്മണനാണോ നിർബന്ധം തോന്നില്ലെന്ന് തോന്നുന്നു. ലോക്കൽ രാജാവിന് ബ്രാഹ്മണനല്ലെങ്കിലും കുഴപ്പമില്ലടേന്ന്. അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ രാജാവായല്ലോ. ബ്രാഹ്മണനായി കഴിഞ്ഞാൽ പൊളിക്കും. ഓഹ് എന്തോ ഒരു ചിന്താഗതിയുള്ള ആളാന്നറിയോ. പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ പൊട്ടത്തരം അത്രേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുത്താൽ പൊട്ടത്തരം അല്ലാതാവുന്നില്ല. അടിയൊക്കെ വരുന്ന അടി വരുന്ന അതുകൊണ്ടോ അയാള് മോഹൻലാലിനെ തല്ലു ഇങ്ങനെ. അയാൾ അങ്ങനത്തെ ഒരാൾ അല്ല. ഇവരെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. ഇവര് നേരെ ഇവർക്ക് താഴോട്ടുള്ള ആൾക്കാരെ തല്ലാനും അല്ലെങ്കിൽ ഇവരുടെ ജോലിക്കാരെ മറ്റേ കൊറോണ സമയത്ത് പുറത്തു വിട്ട് സാധനം മേടിക്കാനും ഇവർ വീട്ടിലിരിക്കാനും എന്നുള്ള ഒരു സാധനമുള്ള മനുഷ്യരാ. മനസ്സിലായി. ഇവര് മുകളിലോട്ട് കണ്ടു കഴിഞ്ഞപ്പോ മോഡിയോ അല്ല അങ്ങനത്തെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ നക്കി ഷൂ വരെ നക്കി അവിടെ നിന്ന് മെഴുകി വിനയം കൊണ്ട് അഭിഷേകം ചെയ്യും. പക്ഷെ നേരെ തിരിച്ച് കണ്ടോ ഒരു ഡ്രൈവർ എടുത്ത് കാണിച്ചു കണ്ടോ. അതാണ് മനുഷ്യത്വം. എങ്ങനെയുണ്ട് മനുഷ്യത്വം? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഭയങ്കര മനുഷ്യനാണ് പോലും സുരേഷ് ഗോപി. എടോ ഈ ഫേക്ക് പരിപാടി കണ്ടാൽ മനസ്സിലാകാത്തവരുടെ അടുത്ത് ഇതൊക്കെ നടക്കത്തുള്ളൂ. അല്ലാത്ത ആർക്കും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ ഇത് ചിന്തിക്കാൻ ഇച്ചിരി ബുദ്ധിയുള്ളവരാരും അംഗീകരിക്കത്തില്ല ഇതൊന്നും. അതെന്തോ കാണിക്കലാ. ബാക്കിയുള്ളടത്ത് തൊഴുത് വണങ്ങി അച്ഛന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടോ ഏറ്റവും വലിയ ഫ്രോഡുകളാവന്മാര്. അവന്മാരുടെ അടുത്ത് നിന്ന് കയ്യും കൂപ്പി വണങ്ങി തൊഴുത് നിന്നിട്ട് അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന അയാളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഡ്രൈവർ സംസാരിക്കുമ്പോൾ കൈ പൊങ്ങുന്നു. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഇവിടെ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എനിക്കിങ്ങനെയാ. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇവരോടുള്ള പുച്ഛമുണ്ട്. അതെ ബ്രാഹ്മണൻ കേറിയെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കുറച്ചായെന്ന് തോന്നുന്നു. ഈ മറ്റേ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകത്തില്ലേ അങ്ങനെയുണ്ട്. അതുകൊണ്ട് അപഭ്രംശമാ ബ്രാഹ്മണത്തിന്റെ ഒരു അപഭ്രംശം. നിനക്ക് വണ്ടിയിലിരുന്ന് സംസാരിക്കാൻ അവകാശമില്ല. മനസ്സിലായോ? ചോര പോയി അവൻ ഡ്രൈവർ. എന്നാലും ഒരു അടിമകളായി ഇവന്റെയൊക്കെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു അടിമപ്പണി ചെയ്യുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ നക്കാപ്പിച്ച വല്ലതും കൊടുക്കുന്നുണ്ടാവും. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താൽ അതിലൊരു തല്ല് തല്ലിയിട്ട് എന്നാ വൈകുന്നേരം അവന്റെ വീട്ടിൽ പോയി കൊച്ചിനെ എടുക്കുവോ വല്ല പൈസ കൊടുക്കുകയോ ചെയ്താൽ അവൻ അതിലും ഹാപ്പി ആവും. മനസ്സിലായോ? സാറ് എന്നെ തല്ലി സഹാരിച്ച് തല്ലി പഠിപ്പിച്ചതാ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ തല്ലിയത് എന്നൊക്കെ പറയും. വേണേ അത്രയും മൊണ്ണകളായിമാര്. അവർക്ക് ഇത് അത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ആ കൈ പൊങ്ങുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലായോ കൂട്ടുകാരെ? തൃശ്ശൂരിലുള്ള കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്തവരും കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്തവരും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതിനെ വോട്ട് ചെയ്തവന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കും. ഇവർക്ക് സല്യൂട്ട് കൊടുക്കണം, മറ്റവർക്കല്ല. ഇവർക്ക് സല്യൂട്ട് പോരാ, ഒരു പരേഡ് തന്നെ നടത്തേണ്ടി വരും.